ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണ കവചത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മളെ സ്വാധീനിക്കുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ് എല്ലാവരുടെയും മുമ്പിൽ. കാരണം നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ സ്വാധീനത്തിൽ പലപ്പോഴും വരാത്തതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ അതിൽ നമുക്കൊരു നിയന്ത്രണവുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മറ്റുള്ളവരുടെ ചിന്തകൾ അത് ഉണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ട്. കാരണം ചിന്തകൾക്ക് ഒരിക്കലും നാശമില്ല എന്ന് പറയും. ചിന്തകളൊക്കെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ എനർജി മറ്റ് പല ആളുകളുടെ ചിന്തകൾ നമുക്ക് ചുറ്റുമുണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും വരുത്തി വയ്ക്കാറുണ്ട്. കാരണം നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ ഒരു കവചം, ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ് ആവശ്യമാണ്. അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ഭാഗവതത്തിലൊക്കെ 6ാം സ്കന്ധത്തിൽ 8ാമത്തെ ചാപ്റ്റർ 6ാമത്തെ സ്കന്ധത്തിലെ 8ാമത്തെ ചാപ്റ്റർ അതിനെ നാരായണ കവചം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ അടുക്കൽ നിന്നും ദേവഗുരുവായ ബൃഹസ്പതി പോയപ്പോൾ മറ്റൊരു ഗുരുവായ വിശ്വരൂപൻ ഇന്ദ്രന് ആ ഭയം മാറ്റാനായിട്ട് ഉപദേശിച്ചതാണ് നാരായണ കവചം. അപ്പോൾ നാരായണ കവചം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുന്ന നാമജപങ്ങൾ നമ്മൾക്ക് ചുറ്റുമുണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഫീൽഡ്, അല്ലെങ്കിൽ ഒരു കവചം, അല്ലെങ്കിൽ ഓറ എന്നൊക്കെ പറയും അത്, അല്ലെങ്കിൽ ഒരു വലയം. ആ വലയം നമ്മളെ പല അനിഷ്ടമായ സംഭവങ്ങളിൽ നിന്നും ഒക്കെ നമുക്കൊരു രക്ഷ തരുന്നു. ഇപ്പം നമ്മൾ പലരും പറയുന്ന കേൾക്കാം, എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു, അതെന്താ അങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഒന്നും ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ എനിക്കിങ്ങനെ വന്നു, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മളുടെ ഇടയിൽ ഒരുപാട് ഉണ്ട്. അപ്പം പിന്നെ പ്രകൃതി ശക്തികൾ പോലും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ വയനാടൊക്കെ അവിടെ എത്രയോ ആളുകൾക്ക് ദുരന്തങ്ങളും ഉണ്ടായി. അപ്പോൾ അവരൊക്കെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നാരായണ കവചം നിത്യവും ജപിക്കുന്നതിന് കഴിയും എന്ന് ശാസ്ത്രീയമായ ഒരു കണ്ടെത്തൽ തന്നെയാണ് നമ്മുടെ ഋഷീസൊക്കെ പറയുന്നത്. ഈ നാരായണ കവചം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാരായണ കവചത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അത് സ്കന്ധം 6 ചാപ്റ്റർ 8ആണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ജീവിതത്തിൽ തോന്നുന്നതാണ്, ഇതെന്താണ് ഞാൻ ആർക്കും ഒരു ദോഷവും ചെയ്തില്ലല്ലോ, പിന്നെ എന്താ എനിക്കിങ്ങനെയൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംശയങ്ങൾ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മളെ എല്ലാ പ്രകൃതി ശക്തികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ മറ്റുള്ളവരുടെ ചിന്തകൾ, അതുണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി, അത് നമ്മളിൽ ഒരു ദോഷവും വരുത്താതിരിക്കാൻ നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ദിവസവും നാമജപം ഒരു സംസ്കാരം, വിഷ്ണു സഹസ്രനാമം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ പറഞ്ഞു. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, രാവിലെ എന്നും വിഷ്ണു സഹസ്രനാമം, വൈകുന്നേരം എന്നും ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരു രീതി, അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ നാരായണ കവചവും വളരെ മഹത്തരമാണ്. ഇന്ന് ഞാൻ അതാണ് പാരായണം ചെയ്യുന്നത്. അപ്പോൾ നാരായണ കവചം മറ്റുള്ളവരുടെ ചിന്തകൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എനർജി നമ്മളെ സ്വാധീനിക്കാതിരിക്കാൻ നമുക്ക് നിത്യവും ജപിക്കാൻ കഴിയുന്നതാണ് നാരായണ കവചം, സ്കന്ധം 6 ചാപ്റ്റർ 8 ഭാഗവതം. അപ്പോൾ ഭാഗവത പാരായണം ചെയ്യുന്നവർക്ക് ഇത് കുറച്ച് പരിചയം ഉണ്ടാവും നല്ലതായിട്ട്. ഇനി അല്ലെങ്കിൽ പരിചയമില്ലെങ്കിൽ തന്നെ ഇത് പല പുസ്തകങ്ങളിലും ഈ ഒരു നാരായണ കവചം എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൽ കാണാം. അത് നമുക്ക് നിത്യവും ജപിക്കാം.
രാവിലെയോ വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് ജപിക്കാം. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ കൂടുതൽ ഈ സന്ധ്യാസമയത്തായിരിക്കും കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ജപിച്ചാൽ മതി. ഏതിനും നമ്മുടേതായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഈ നാരായണ കവചം നമ്മൾ എവിടെയൊക്കെ അപകടങ്ങളിൽ ചെന്ന് പെടുന്നുവോ അവിടെയൊക്കെ വിഷ്ണു ഭഗവാന്റെ വിവിധ അവതാരങ്ങൾ നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു സന്ദേശമാണ് പല ശ്ലോകങ്ങളിലായിട്ട് ഇതിൽ ഉള്ളത്. അപ്പോൾ പല അവതാരങ്ങൾ, ഇപ്പോൾ നരസിംഹാവതാരം, മത്സ്യാവതാരം, അങ്ങനെ അവതാരങ്ങളുണ്ടല്ലോ, വാമനാവതാരം. ഈ അവതാരങ്ങൾ എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ രക്ഷിക്കട്ടെ അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ അഭ്യർത്ഥനയാണ് ഈ നാരായണ കവചത്തിൽ ഉള്ളത്. അപ്പം നമുക്ക് ചൊല്ലാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, ഗുരുഭ്യോ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതി നമ. ചൊല്ലാം നാരായണ കവചം. സച്ചിദാനന്ദരൂപായ വിശ്വാത്പത്യാദിഹേതവേ താപസ്ത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീരാജോവാച യയാ ഗുപ്തസഹസ്രാക്ഷ സവാഹാൻ രിപുസൈനികാൻ ക്രീഡന്നിവ വിനിർജിത്യ ത്രലോക്യ ബുഭുജേ ശ്രിയം. ഭഗവൻസ്തന്മമാഖ്യാഹി വർമ്മന്നാരായണാത്മകം യഥാ ആദദായിന ശത്രുൻ ഏന ഗുപ്തോ ജയന്മുദേ. ശ്രീശുകവാച വ്രതപുരോഹിതസ്ത്വാഷ്ട്രഃ മഹേന്ദ്രായ അനുപൃച്ഛതേ നാരായണാഖ്യം വർമാഹ തദിഹൈക ഏകമനാശൃണു. ശ്രീ വിശ്വരൂപ ഉവാച ദൗദാംഗ്രിപ്രാണിരാജമ്യ സപവിത്ര ഉദങ്മുഖഃ കൃതസ്വാംഗകരന്യാസഃ മന്ത്രാഭ്യാം വാഗ്യത ശുചിഃ. നാരായണമയം വർമ്മ സംനഹ്യേത് ഭയ ആഗതേ പാദയോർജാനോരോർവോ ഉദരോ ഹൃദ്യധോരസി. മുഖേ ശിരസ്യാനുപൂർവ്യാത് ഓംകാരാദീനി വിന്യസേത്. ഓം നമോ നാരായണായേതി വിപര്യം അധാഭിവാ. കരന്യാസം തദകുര്യാദ്വാദശാക്ഷരവിദ്യയാ പ്രണവാദിയകാരാന്തം അങ്കുല്യാങ്കുഷ്ടപർവസോ. ന്യസ്യേദ് ഹൃദയ ഓംകാരം വികാരമനുമൂർധനി ഷകാരം തു ഭ്രുവോർമധ്യേ ണകാരം ശിഖയാ ദിശേത്. വേകാരം നേത്രയോർയുഞ്ജത് നകാരം സർവസന്ധിഷു മകാര അസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിർഭവേദ്ബുധഃ. സവിസർഗം ഫടന്തം തത് സർവദിക്ഷു വിനിർദിശേത്. ഓം വിഷ്ണവേ നമ ഇതി. ആത്മാനം പരമം ധ്യേയം ഷട്ശക്തിഭിർയുധം വിദ്യാസ്തേത് തപോമൂർത്തിം ഇമം മന്ത്രമുദാഹരേത്. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം ന്യസ്ത്യാംഗ്രിപത്മപദകേന്ദ്രപൃഷ്ഠേ ദദാരി ചർമാസി ഗതേഷു ചാപപാശാൻ ദദാനോ അഷ്ടഗുണോ അഷ്ടബാഹുഃ. ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിഃ യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത്. സ്ഥലേഷു മായാവടു വാമനോ വ്യാദ് ത്രിവിക്രമഖേ അവതു വിശ്വരൂപഃ. ദുർഗേഷു വടവ്യാജിമുഖാദിഷു പ്രഭു പായാത് നൃസിംഹോ അസുരയൂഥഭാരിഃ. വിമുഞ്ചതോ യസ്യ മഹാട്ടഹാസം ദിശോ വിനയദുർനിപതൻശ്ച ഗർഭഃ. രക്ഷത്തസൗ മാ അധ്വനി യജ്ഞകൽപഃ സ്വം ദംഷ്ട്രയോന്നീതധരോ വരാഹഃ. രാമോദ്രികൂടേഷ്വത വിപ്രവാസേ സലക്ഷ്മണോ വ്യാദ് ഭരതാഗ്രജോസ്മാൻ. മാം ഉഗ്രധർമാദഖിലാത് പ്രമാദാത് നാരായണ പാതു നരശ്ചഹാസാത്. ദത്തസ്ത്വയോഗാത് അധയോഗനാഥഃ പായാത് ഗുണേശക്കപില കർമ്മബന്ധാത്. സനത്കുമാരോ വധു കാമദേവാത് ഹയശീർഷ മാം പതി ദേവഹേളനാത് ദേവർഷിവര്യപുരുഷാർച്ചനാന്തരാത്. കൂർമോ ഹരിർമാം നിരയാത് ശേഷാത്. ധന്വന്തിർഭഗവാൻ പാദ്വപധ്യാത് ദ്വന്ദ്വാത് ഭയാത് ഋഷഭോ നിർജിതാത്മാ. യജ്ഞശ്ച ലോകാദവദാത് ജനദ്ദാത് ബലോ ഗണാത് ക്രോധവശാത് അഹീന്ദ്ര.
ദ്വൈപായനോ ഭഗവാൻ അപ്രബോധാത് ബുദ്ധസ്തു പാഖണ്ഡഗണാത് പ്രമാദാത് കൽക്കിക്കലേ കാലമലാത് പ്രഭാതോ ധർമ്മ അവനായോരു കൃതാവതാരഃ മാം കേശവോ ഗദയാ പ്രാതരവ്യാത് ഗോവിന്ദ ആസംഗവം ആത്തവേണു നാരായണ പ്രാഹ്ന ഉദാത്തശക്തി മധ്യന്തിനെ വിഷ്ണുർ അരീന്ദ്രപാണി ദേവോപരാജ്ഞേ മധുഹോഗ്രധന്വാ സായം ത്രിധാമാവതു മാധവോ മാം ദോഷേ ഋഷികേശ ഉദാർദ്ര രാത്രേ നിശീത ഏകോ അവതു പത്മനാഭഃ ശ്രീവത്സദാമാപര രാത്ര ഈശഃ പ്രത്യൂഷ ഈശോസിധരോ ജനാർദ്ദനഃ ദാമോദരോ അവ്യാധനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തിഃ ചക്രം യുഗാന്ത അനല തിഗ്മനേംനി ചക്രം യുഗാന്താനല തിഗ്മനേമി ഭ്രമത് സമന്താത് ഭഗവത് പ്രയുക്തം ദന്തഗ്ധിരി സൈന്യമാശോ കക്ഷം യഥാവാദ സഖോഹുദാശഃ ഗതേ അശനി സ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡിജിത പ്രയാസി കൂഷ്മാണ്ഡവൈനായക യക്ഷരക്ഷോ ഭൂതഗ്രഹാൻ ചൂർണയാരീൻ ത്വം യാതുനാധാന പ്രമദപ്രേതമാതൃപിശാച വിപ്രഗ്രഹ ഘോരദൃഷ്ടീൻ ധരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർഹൃദയാനി കമ്പയൻ ത്വം തിഗ്മ ധാരാസി വരാരി സൈന്യം ഈശപ്രയുക്തോ മമ ചിന്തി ചക്ഷുംഷി ചർമ്മ ചന്ദ്രഛാദയാ ദ്വിഷാമഘോനാം ഹരപാപു ചക്ഷുഷാം എന്നോ ഭയം ഗ്രഹേഭ്യോ ഭൂത് കേതുഭ്യോ നൃഭ്യ ഏവ ച സരീസൃഭേഭ്യോ ദഷ്ടിഭ്യോ ഭൂതേഭ്യോഭ്യ ഏവ വാ സർവാണ്യേതാനി ഭഗവൻ നാമരൂപാസ്ത്രകീർത്തനാത് പ്രയാന്തു സംക്ഷയം സദ്യ ഏന ശ്രേയപ്രദീപകാഃ ഗരുഡോ ഭഗവാൻ സ്തോപശ്ചന്ദോ മയപ്രഭുഃ രക്ഷത്വശേഷകൃച്ഛേഭ്യ വിശ്വക്സേനസ്വനാമഭിः സർവാപദ്ഭ്യോ ഹരേർനാമരൂപായാൻ ആയുധാനിനഃ ബുദ്ധീന്ദ്രിയമനഃപ്രാണാൻ പാന്തു പാർഷദഭൂഷണഃ യഥാ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ഛയത് സത്യേന അനേന ന സർവേ യാന്തു നാശമുപദ്രവാഃ യഥൈക ആത്മ്യാനുഭാവാനാം വികൽപരഹിതസ്വയം ഭൂഷണായുധലിംഗാഖ്യാഃ ദത്തേ ശക്തിസ്വമായയാ തേനൈവ സത്യമാനേന സർവജ്ഞോ ഭഗവാൻ ഹരിഃ പാതു സർവൈസ്വരൂപൈർനഃ സദാ സർവത്ര സർവഗഃ വിദിക്ഷു ദിക്ഷൂർധ്വമത സമന്താത് അന്തർബഹിർഭഗവാൻ നാരസിംഹഃ പ്രഹാപയൻ ലോകഭയം സ്വനേന സ്വതേജസാഗ്രസ്ത സമസ്തതേജാഃ മഖവന്നിതമാഖ്യാതം വർമ്മനാരായണാത്മകം വിജേഷ്യസ്യ അഞ്ജസായേന ദംശിതോ അസുരയൂഥപാൻ ഏതദ് നാരായണമാണസ്തു യം പശ്യതി ചക്ഷുഷാ പദാവാ സംസ്പൃശേത് സദ്യഃ സാധ്വസാത് സ വിമുച്യതേ ന കുതഞ്ചിത് ഭയം തസ്യ വിദ്യാം ധാരയതോ ഭവേത് രാജദസ്യുഗ്രഹാദിഭ്യോ വ്യാക്രാദിഭ്യശ്ച കർഹിജിത് ഇമാം വിദ്യാം പുരാ കശ്ചിത് കൗശികോ ധാരയൻ ദ്വിജഃ യോഗധാരണയാ സ്വാംഗം ജഹൗസ മരുധന്വനി തസ്യോപരി വിമാനേന ഗന്ധർവപതിരേകദ യയോ ചിത്രരഥസ്ത്രീഭിः വൃതോ യത്ര ദ്വിജക്ഷയഃ ഗഗനാന്യപതത് സദ്യഃ സ വിമാനോ ഹ്യവാക് ശിരാഃ സ ബാലഖില്യവചനാത് ആസ്തീന്യാധായ വിസ്മിതഃ പ്രാസ്യപ്രാചീ സരസ്വത്യാം സ്നാത്വാ ധാമ സ്വമന്വഗാത് ശ്രീശുകവാച യൈദം ശൃണുയാത് കാലേ യോ ധാരയതി ചാദ്രതഃ തം നമസ്യന്തി ഭൂതാനി മുച്യതേ സർവധോ ഭയാത് ഏതാം വിദ്യാമധിഗതോ വിശ്വരൂപാശ്ചതക്രതുഃ ത്രൈലോക്യലക്ഷ്മീം ബുഭുജേ വിനർജിത്യ മൃതേ സുരാൻ
ഓം തത്സത്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഷഷ്ഠസ്കന്ധേ രൂപപ്രകരണേ ശ്രീനാരായണകവചനിരൂപണം നാമ അഷ്ടമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. അപ്പോൾ ഇവിടെ നമ്മൾ പാരായണം ചെയ്ത നാരായണ കവചം ഭഗവാൻ വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.